വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആരും കാണാതെ പ്രീതിയുടെ റൂമിലേക്ക് എത്തുന്ന വിഷ്ണു ആണെങ്കിൽ പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളെ പ്രീതി, വിഷ്ണുവേട്ടനാണ്, ഞാൻ ആരും കാണാതെ മോളെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് കസേര നീക്കിയിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് തലയിൽ തലോടുകയും പ്രീതിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. ഞാനും ശാലിനിയും കൂടി ഈ നാട്ടിൽ തന്നെ ഒരു വീടെടുത്ത് താമസമായിട്ടുണ്ട്. ഒരു പത്രോസ് മില്ലിൽ ഏട്ടന് ജോലിയും കിട്ടിയിട്ടുണ്ട്. നിൻ്റെ മോക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അമ്മ അറിയാതെയാണ് മോളെ കാണാനായിട്ട് ഞാൻ വന്നത്. ഈ പത്രോസച്ചായനും ഭാര്യയും കൂടി മകളുടെ കല്യാണം വിളിക്കാനായിട്ട് ദേ താഴെ വന്നിട്ടുണ്ട്. അമ്മയുമായിട്ട് വലിയ കൂട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കങ്ങോട്ട് അതത്ര വലിയ ഓർമ്മയില്ല എന്നൊക്കെ വിഷ്ണു ആണെങ്കിൽ വികാരധീനനായിട്ട് അങ്ങ് സങ്കടമൊക്കെ കടിച്ചമർത്തി പ്രീതിയോട് അങ്ങ് വിശേഷങ്ങൾ പറയുകയാണ്. പക്ഷേ പ്രീതി ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ്. വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട് പ്രീതിയോട് അങ്ങനെ സംസാരിക്കുമ്പോൾ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോളെ ഇതുവരെ കണ്ടില്ലല്ലോ, കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ നിനക്ക് അറിയണ്ടേ, അവരുടെ കൂടെ ഞാൻ ഡ്രൈവറായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഓരോരോ വിശേഷങ്ങൾ പ്രീതിയോട് അങ്ങ് പങ്കുവയ്ക്കുകയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് വിഷ്ണു കാര്യങ്ങളൊക്കെ പ്രീതിയോട് സംസാരിക്കുന്നത്. ഇതേസമയം താഴെ സത്യഭാമ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ പത്രോസിനോടും ഭാര്യയോടും പറയുന്നുണ്ട്. അബ്ദുൽ ഖാദർ ഡോക്ടറിൻ്റെ ചികിത്സയിലാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പത്രോസ്. അന്നേരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ഭാര്യ വന്ന് കയറിയതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രീതിയുടെ ഈ അപകടത്തിന് പിന്നിൽ പോലും അവളുടെ കരങ്ങളാണ്. അവൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു അമ്മ കൂടിയുണ്ട്. അവളുടെ അമ്മ ഇവിടെ നിന്ന് മോഷണം കൂടി തുടങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. കൂടെ വിഷ്ണുവും പോയി, പ്രീതിയുടെ കുഞ്ഞിനെയും അവൾ കൊണ്ടുപോയി എന്നൊക്കെ ഭാമ ഇങ്ങനെ വിവരിക്കുമ്പോൾ അങ്ങ് അത് ഇഷ്ടപ്പെടാതെ ഭാമ നീ എന്തൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലിരിക്കുകയാണ് രാഘവൻ നായർ. ഇതേസമയം കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ പ്രീതിയോട് പറയുകയാണ്. കുഞ്ഞിന് പനി വന്നതും അവർ ഉറങ്ങാതെ കാത്തിരുന്നതും നെറ്റിയിൽ തുണി നനച്ചിട്ടതും പിന്നെ വാശി കാണിക്കുമ്പോൾ ശാലിനി നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ഒക്കെ കാര്യങ്ങൾ അങ്ങ് പ്രീതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വിഷ്ണു പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ. ഇതേസമയം സത്യഭാമ വീണ്ടും ശാലിനിയെക്കുറിച്ച് അങ്ങ് സംസാരിക്കുകയാണ്. അവൾ അത്രയ്ക്ക് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ പോയി കല്യാണം ക്ഷണിക്കാമെന്ന് പത്രോസ് പറയുകയാണ്. അന്നേരം അങ്ങ് എഴുന്നേറ്റിട്ട് ഭാമ പറയുന്നുണ്ട്, പത്രോസിന് വേണമെങ്കിൽ പോയി വിളിക്കാം, പക്ഷേ ആ കല്യാണത്തിന് ഈ ഭാമ വരില്ല, അവനെ കൊണ്ട് ഈ പടി ഞാൻ ചവിട്ടിക്കില്ല, അത്രയ്ക്ക് വെറുത്തുപോയി അവനെന്നും പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോട് സംസാരിക്കുകയാണ്. അന്നേരം വല്ലാതെ വിഷമിച്ച് രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ശാലിനിയെ കാണാൻ വന്നതും പണം കൊടുത്തതും അത് സ്വീകരിക്കാതിരുന്നതും ഒക്കെ പറയുകയാണ് വിഷ്ണു. തുടർന്ന് സത്യഭാമ പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കുന്ന പത്രോസും ഭാര്യയുമാണെങ്കിൽ അതൊക്കെ കേട്ടിരിക്കുകയാണ്. തുടർന്ന് പത്രോസ് പറയുന്നുണ്ട്, ചില പെണ്ണുങ്ങൾ വന്ന് കയറിയാൽ എങ്ങനെയാണ് കുടുംബം ഒരു മുച്ചോടുകൂടി മുടിക്കും, കത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന കഴുക്കോല് വരെ അവർക്ക് ലാഭമാണ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പ്രീതി ഒന്ന് കാണേണ്ട അച്ചായ എന്ന് പത്രോസിൻ്റെ ഭാര്യ പറയുകയാണ്. നേരം കാണാമെന്ന് പറഞ്ഞ് സത്യഭാമ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. ഇതേസമയം പ്രീതിയുടെ അടുത്തിരിക്കുന്ന സംസാരിക്കുന്ന വിഷ്ണു പറയുന്നുണ്ട്, ഇപ്പോൾ ഈ സമയത്ത് അമ്മ എന്നെ കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏത് മുറിയില ഭാമയെന്ന് പത്രോസിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അന്നേരം ദേ ഈ മുറിയിലാന്നും പറഞ്ഞാൽ ലോക്ക് ഇങ്ങനെ തുറക്കാനായിട്ട് പോകുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങ് ഡോറിൻ്റെ പിറകിലേക്ക് ഒളിച്ച് അറിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു കണ്ണടച്ച് പിടിച്ച് നിൽക്കുകയാണ്, തന്നെ കാണരുതേ എന്നുള്ള ഉദ്ദേശത്തിൽ. തുടർന്ന് പത്രോസും ഭാമയും പിന്നെ ഭാര്യ നിർമ്മലയും കൂടി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. പ്രീതിയുടെ കിടപ്പ് കാണുമ്പോൾ ആകെ അങ്ങ് കരച്ചിലാണ് നിർമ്മല. അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടില്ലേ, ഞാൻ ഒക്കത്തെടുത്തുകൊണ്ട് വെച്ച് നടന്നുകൊണ്ടിരുന്ന കുഞ്ഞാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ആകെ കരച്ചിലും ബഹളവുമാണ്. അന്നേരം ഭാമയ്ക്ക് സങ്കടമാവുകയാണ്. തുടർന്ന് പത്രോസ് ഒന്ന് നോക്കുമോളെ എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, കൃഷ്ണമണി പോലും ചലിക്കില്ല, അവൾക്ക് നോക്കാനൊന്നും സാധിക്കില്ല, പക്ഷെ എല്ലാം കേൾക്കുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, നീ കരഞ്ഞ് ഭാമയെ കൂടി സങ്കടപ്പെടുത്താതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, അവൾക്ക് കേൾക്കാമെന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം നിർമ്മല പറയുകയാണ്, മോള് വർഷയുടെ വിവാഹം ക്ഷണിക്കാനായിട്ട് വന്നാണ്, അത് പങ്കെടുക്കാനും കാണാനും ഒന്നും മോൾക്ക് അവസ്ഥയിൽ പറ്റില്ലല്ലോ, പ്രസവിച്ച കുഞ്ഞിൻ്റെ വിളി പോലും കേൾക്കാൻ പറ്റില്ലല്ലോ, ഈ ഗതി ആർക്കും വരുത്തരുതേ, സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആകെ കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ് നിർമ്മല. അത് കാണുമ്പോൾ ഭാമയ്ക്കും പത്രോസിനും ഒക്കെ സങ്കടം തോന്നുകയാണ്. തുടർന്ന് കല്യാണമൊക്കെ പറയുകയാണ്, ശ്രീകാന്താണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പയ്യൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ഇരുന്ന് നിർമ്മല പറയുകയാണ്. തുടർന്ന് പത്രോസ് സത്യഭാമയോട്
സത്യഭാമയോട് പറയുകയാണ്, പ്രീതിയുടെ കുഞ്ഞിനെ ഇനി കൊണ്ടുവരണം, പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുവരണം, കേസും കൂട്ടവും ഒക്കെ പിന്നെയല്ലേ, അതൊക്കെ ഈ പത്രോസ് നോക്കിക്കോളാം, ആളിനാള് കാശിന് കാശ്, ഇതാണ് എൻ്റെ രീതി. ഭാമ അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ജവഹർ നഗറിൽ എവിടെയോ ആണെന്ന് സത്യഭാമ പറയുകയാണ്. അന്നേരം നിർമ്മലയോടും പത്രോസ് ചോദിക്കുകയാണ്, നമ്മുടെ തടിമില്ലിലെ പുതിയ ജോലിക്കാരൻ്റെ പിന്നെ വീടും അവിടെ അല്ലേ എന്ന്. അന്നേരം എനിക്കറിയില്ല എന്നിങ്ങനെ നിർമ്മല പറയുകയാണ്. അവിടെ തന്നെയാണ്, അവൻ്റെ പേരും വിഷ്ണു എന്നാണ് എന്നിങ്ങനെ പത്രോസ് പറയുമ്പോൾ ഭാമ ഒരു നിമിഷം സംശയിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രീതി കേൾക്കുകയാണ്. വിഷ്ണു അങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. പത്രോസ് പറയുന്നുണ്ട്, അവനോട് തന്നെ അന്വേഷിക്കാനായിട്ട് പറയാം, കുഞ്ഞിനെ കൈ കിട്ടിയെന്ന് തന്നെ സത്യഭാമ കരുതിക്കോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് അവസ്ഥ കാണാനേ വയ്യെന്നും പറഞ്ഞ് കരഞ്ഞെഴുന്നേൽക്കുന്ന നിർമ്മലയാണെങ്കിൽ പോകാൻ നേരം പ്രീതിയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവർ 3 പേരും കൂടി ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. വിഷ്ണു അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ്, കാണരുത് എന്നുള്ള ഒരു രീതിയിൽ. അവസാനം ഭാമ ഇറങ്ങിയതിന് ശേഷം ഡോറും അങ്ങ് അടയ്ക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഓടിയങ്ങും പ്രീതിയുടെ അടുത്തേക്ക് തിരികെ വന്നിട്ട്, മോള് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, അമ്മയ്ക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞിനെ വിട്ടു തരാനായിട്ട് ഏട്ടന് സാധിക്കില്ല, കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോളാം, മോള് ഏട്ടനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിഷ്ണു ഇറങ്ങുകയാണ്. ഡോറ് തുറക്കാൻ നേരവും വിഷ്ണു ഇങ്ങനെ സ്നേഹത്തോടെയും കരുതലോടെയും പ്രീതിയെ നോക്കുന്നുണ്ട്. തുടർന്ന് ആരും കാണാതെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇങ്ങനെ പെട്ടെന്ന് വന്ന് കാറിനകത്തേക്ക് അങ്ങ് വിഷ്ണു ഇരിക്കുന്നുണ്ട്. ഇതേസമയം പത്രോസ് കല്യാണക്കുറിയൊക്കെ രാഘവൻ നായർക്ക് കൊടുത്ത് ഒന്നുകൂടി ഡേറ്റൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് ആശ്വാസവാക്കൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. അന്നേരം ഭാമയും ഒരു യാത്രയാക്കിയിട്ട് വരാമെന്ന് രാഘവൻ നായരോട് പറഞ്ഞിട്ട് കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് അമ്മ ഇങ്ങോട്ട് വരുമോ ദൈവമേ എന്നും പറഞ്ഞ് വിഷ്ണു കാറിനകത്തിരിക്കുകയാണ്. പക്ഷേ ഭാമ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പത്രോസും ഭാര്യയും കൂടി കാറിനകത്തേക്ക് കയറുകയാണ്. പത്രോസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് സത്യഭാമയെ അറിയാമോടാന്ന്. അന്നേരം കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഭാമയെ തന്നെ വിഷ്ണു ശ്രദ്ധിക്കുകയാണ്. പരിചയപ്പെടണമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ്. എങ്കിൽ പോകാമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം വണ്ടി എടുക്കുമെന്ന് പറയുമ്പോൾ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് കാറിൽ പോകുന്ന പത്രോസ് ആണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, പലിശക്കാരിയാണെങ്കിലും ആളൊരു തങ്കപ്പെട്ട സ്വഭാവമാണ്, ജീവിതത്തിൽ അവർ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഡ്രൈവറോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും കൂടി അറിഞ്ഞിരിക്കട്ടെടി, നമുക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, പ്രീതിയുടെ കാര്യം തന്നെ നോക്കിക്കേ, നമ്മളിതൊന്നും അറിയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതിന് വിഷ്ണു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നിർമ്മല പറയുകയാണ്, എന്നാലും അവരുടെ മകനെ സമ്മതിക്കണം, ഇത്രയ്ക്കൊരു പെൺകോന്തനായി പോയല്ലോ എന്ന് പറയുമ്പോൾ അവൻ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും, അവനൊന്നും ഒരിക്കലും ഗതി പിടിക്കാനായിട്ട് പോണില്ല, ഇവനെയൊക്കെ മുക്കാല് കെട്ടി അടിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതും ധിക്കരിക്കുന്നതും ഒക്കെ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും, ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.